ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് യു കെ മലയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു എനിക്ക്. അതായത് എന്തുകൊണ്ട് ലോങ് വീഡിയോ ചെയ്യുന്നില്ല, ഒരു ഇൻഫർമേഷൻ കണ്ടന്റ് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ എന്തായാലും ഇന്ന് ചെയ്തേക്കാം. ഇന്ന് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തേക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും 2025 സെപ്റ്റംബർ ഇൻടേക്ക് ഓൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയുന്നത് യു കെയിലേക്കല്ല, എല്ലാ രാജ്യങ്ങളിലേക്കും എബ്രോഡ് എഡ്യൂക്കേഷൻ നോക്കുന്ന എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള ഒരു വലിയൊരു ഇൻടേക്കാണ് സെപ്റ്റംബർ ഇൻടേക്ക്. അതായത് നാട്ടിൽ +2 കഴിഞ്ഞ ആൾക്കാരും നാട്ടിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ആൾക്കാരും എല്ലാവരും ചാടി പിടിച്ച് പെട്ടെന്ന് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് സമയം കളയാണ്ട് എല്ലാ കോഴ്സുകളും അവൈലബിൾ ആയിരിക്കുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ബിസി തന്നെയാണ്. ബിക്കോസ് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വന്നേക്കുന്നത്. അതിങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 24 to 48 hours ആണ് നമ്മൾ ഓഫർ ലെറ്ററിന് പറയുന്നത്. ബട്ട് മാക്സിമം ചെറിയ ഡിലേ ഒക്കെ വരുന്നുണ്ട്. ബട്ട് ആ ഡിലേ വരുന്നത് നമ്മൾ ആസ് യൂഷ്വൽ പാരൻസിനും സ്റ്റുഡൻസിനെ അറിയിക്കുന്നുണ്ട്. ബട്ട് എന്നാലും നമ്മൾ 24 hours തന്നെ നമ്മൾ ഓഫർ ലെറ്ററുകളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടിൽ നൗ വിത്ത് ഗ്രോഡ്സ് ഗ്രേസസ് നമുക്ക് പ്ലസ് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ ആരെങ്കിലും എബ്രോഡ് എഡ്യൂക്കേഷൻ നോക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ യു കെയിലാണ്, അതുപോലെ തന്നെ നമ്മളുടെ ടീം നാട്ടിലുണ്ട്. എല്ലാ സപ്പോർട്ടും A to Z ഉള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ ടീമും അതുപോലെ തന്നെ ഞങ്ങളിവിടെ യു കെയിലുള്ള ടീമും എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ. നമ്മുടെ കമ്പനിയുടെ പേര് ഇൻ്റലക്ട് സ്റ്റഡി അബ്രോഡ് എന്നാണ്. ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്സ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്, ഓരോ ഇൻഫർമേഷൻ കോണ്ടന്റും ഞങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, വൈറ്റ് പേപ്പർ റൂള് ബ്രിട്ടീഷ് ഗവൺമെൻറ് പുറത്തിറക്കിയത്. PSW വെട്ടിക്കുറച്ചു എന്നുള്ളത്. അപ്പോൾ ഈ PSWൻ്റെ കാര്യം വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. PSW വെട്ടിക്കുറച്ചിട്ടുണ്ട് ഒരു 1.5 കൊല്ലത്തേക്ക്. അതായത് 2 കൊല്ലം എന്നുള്ളൊരു പ്രോഗ്രാം 1.5 കൊല്ലത്തേക്ക് ആക്കിയിട്ടുണ്ട്. ബട്ട് ആ ഒരു റൂൾ എന്ന് മുതലാണ് പ്രബലത്തിൽ വരിക എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയില്ല. ബിക്കോസ് ഇപ്പോൾ ഡിപ്പെൻഡൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് എടുത്ത് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടി 2023 സെപ്റ്റംബർ ഇൻടേക്ക് വരെ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഗവൺമെൻറ് നമുക്ക് ആ റൂൾ ഇറക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേപോലത്തെ ഒരു റൂള് അതുപോലത്തെ ഡേറ്റ് ഇതുവരെ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. സോ കറൻ്റ് നമ്മൾ ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്ന സ്റ്റുഡൻസിനും 2 years PSW കിട്ടുമെന്ന ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ ആപ്ലിക്കേഷൻസും പ്രോസസ്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഗവൺമെൻറ് ഒരു ഡേറ്റ് പറയുമെന്ന് വിചാരിക്കുന്നു. ബട്ട് ILR അതായത് നമ്മളെ PR സ്റ്റാറ്റസ് 10 കൊല്ലത്തേക്കുള്ള കറൻ്റ്ലി ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കും എല്ലാം ബാധ്യത ആണ്. അപ്പോൾ അതിന് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സ്റ്റുഡൻറ്റ് വിസേനെ കുറിച്ച് കാര്യങ്ങൾ അറിയാം. ബിക്കോസ് യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സ്റ്റുഡൻറ്റ് ഒരു വിസ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ശരിക്കും സ്റ്റുഡൻറ്റ് വിസ സ്റ്റാറ്റസ് തന്നെയാണ് കേട്ടോ. കാരണം സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ഒരുപാട് പേര് സക്സസ് ആയ സ്റ്റോറീസ് ഇപ്പോൾ എനിക്കറിയാം. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻവിൻ, എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്, മലപ്പുറം നിലമ്പൂർ സ്വദേശിയാണ്. ആൻവിൻ്റെ കഥകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻവിൻ സ്റ്റുഡൻറ്റ് വിസയിൽ എടുത്തിട്ടാണ് ഇവിടെ യു കെയിലേക്ക് വന്നത്. അതുപോലെ ഇഷ്ടംപോലെ പേര് സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് ഇവിടെ വന്ന് ബിസിനസ് ചെയ്തിട്ട് വിജയിച്ച് ഇഷ്ടംപോലെ പേര് നമ്മളെ ഫ്രണ്ട് സർക്കിളിലും ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വരെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ആളിവിടെ മീറ്റ് ബിസിനസ് ചെയ്യുകയാണ്. ഇവിടെ ഉട്ടോസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ലെസ്റ്റർ മാഞ്ചസ്റ്റർ അടുത്തായിട്ടുള്ള ഉട്ടോസ്റ്റർ എന്ന സ്ഥലത്ത് മീറ്റ് ബിസിനസ് ചെയ്യുകയാണ്. പുള്ളി ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം പുള്ളി ആ ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലൈസൻസിലാണ് പുള്ളി ഇവിടെ കറൻ്റ് യു കെയിൽ സ്റ്റാറ്റസ്, അതായത് പുള്ളിയുടെ വിസ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. കാരണം ബിക്കോസ് ആ ബിസിനസ് അത്രത്തോളം ലാഭം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഗവൺമെൻറ് പുള്ളിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തത്. അപ്പോൾ അത്രമാത്രം വിചാരിച്ചാൽ മതി. കാരണം ബിക്കോസ് യു കെയിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മളിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ ഞാൻ നമ്മളുടെ സബ്ജക്റ്റ് വിട്ടുപോകുന്നു. അപ്പോൾ കറൻ്റ്ലി സെപ്റ്റംബർ ഇൻടേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ നേഴ്സിംഗ് ആണെങ്കിലും അതുപോലെ മാനേജ്മെൻറ്റ്, ഇപ്പോൾ ബാച്ചിലേഴ്സിനെ കുറിച്ച് ഞാൻ പറയുകയാണ് കേട്ടോ. നേഴ്സിംഗ് ആണെങ്കിലും ബാച്ചിലേഴ്സ് പ്രോഗ്രാം ആണെങ്കിലും അത് ബിസിനസ് റിലേറ്റഡ്, ഫിനാൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇനിയിപ്പോൾ നേഴ്സിങ്ങിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ പബ്ലിക് ഹെൽത്ത്, അതായത് ബാച്ചിലേഴ്സിന് പബ്ലിക് ഹെൽത്ത് കോഴ്സ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ യൂണിവേഴ്സിറ്റീസ്. ഇതെല്ലാം കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് തരിക. നമ്മൾ തന്നതിന് ശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പ്രോസസ്സ് ചെയ്യും. വിത്തിൻ 24 to 48 hours ആണ് നമ്മൾ ഓഫർ ലെറ്റർ നമ്മൾ ഒരു ടൈം പറയുന്നത്. ഓഫർ ലെറ്റർ വരിക, വന്നതിന് ശേഷം നിങ്ങൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടയ്ക്കുക. പിന്നെ നമ്മൾ വിസ ഡോക്യുമെൻറ്റേഷനുള്ള പരിപാടി നമ്മൾ തുടങ്ങും. അതിനുള്ളിൽ തന്നെ നമുക്ക് പ്രീ ക്യാസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. പണ്ട് ഞാനൊക്കെ യു കെ എന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു നമുക്ക് പ്രീ ക്യാസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് അതൊരു റെക്കോർഡിംഗ് സെക്ഷനാണ്. അതായത് നമുക്ക് ടൈം പറയും. ആ ടൈമിൽ നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ ഫോണിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇത്ര സമയം ഉണ്ടാവും. നമ്മൾ ഫ്രണ്ട് സ്ക്രീനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി കാണിക്കും. നമ്മൾ അതിന് ആൻസർ പറയണം. അതാണ് ഇപ്പോൾ കറൻ്റ് പ്രീ ക്യാസ് ഇൻ്റർവ്യൂ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം പ്രോസസ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് നമ്മളെ
ARU പോലത്തെ യൂണിവേഴ്സിറ്റീസൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ഈ IELTS ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് അസസ്മെൻറ്റ് പ്രോഗ്രാം അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടും മോക്ക് ഇൻ്റർവ്യൂസും ഒക്കെ നമ്മൾ കൊടുക്കും. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആയി എന്ന് നമുക്ക് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മെയിൻ ഇൻ്റർവ്യൂവിൽ അപ്പിയർ ചെയ്യിപ്പിക്കുകയുള്ളൂ. അതേപോലെ തന്നെ കേസാണ് പ്രീ ക്യാസ് ഇൻ്റർവ്യൂവിൻ്റെ സമയമാകുമ്പോഴും നമ്മൾ നിങ്ങൾക്ക് മാക്സിമം മോക്കും അതുപോലെ ട്രെയിനിങ് സെക്ഷൻസും തരും. അതുപോലെ നമ്മൾ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ പെർഫെക്റ്റ് ആയി, അതായത് ഇൻ്റർവ്യൂവിന് പോകാൻ റെഡിയായി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ മെയിൻ ഇൻ്റർവ്യൂവിൽ നിങ്ങളെ കൊണ്ട് അപ്പിയർ ചെയ്യിപ്പിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അസിസ്റ്റൻസ് ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാവരും പേര് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കുന്നതാണ് ഷോമണി എത്രയെന്നുള്ളത്. ബൈ ദ വേ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ 1 GB ഇപ്പോൾ 115 രൂപയാണ്. ഞാൻ UK വന്ന സമയത്ത് ഏകദേശം അത് 90 സംതിങ് റുപ്പീസ് വരെ ആയിരുന്നു. ഇപ്പോൾ അത് 115 റുപ്പീസാണ് 1 GB എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഷോമണിയുടെ കേസിൽ. നല്ലൊരു എമൗണ്ട് നമുക്ക് ഷോമണി വെക്കേണ്ടി വരും. പിന്നെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോമണി നമ്മൾ വെക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു വിസ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ട് നമ്മളെ ഇത് അതായത് ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാം, അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാമെന്നാണ് വേറെ ഒരു ഉള്ള പോസിറ്റീവ്നെസ്. പിന്നെ പാരൻസ് ചോദിക്കുന്നൊരു സംഭവമാണ് തേർഡ് പാർട്ടി ഷോ മണി അസിസ്റ്റൻസ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഈ തേർഡ് പാർട്ടി ഒന്നും എടുത്ത് വരണ്ട എന്നേ ഞാൻ പറയുള്ളൂ. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വരിക. ബിക്കോസ് ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോണിൽ കൊടുക്കണേക്കാട്ടിലും ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഈ തേർഡ് പാർട്ടി ഷോ മണിയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ 6% ഓൺവേർഡ്സ് ആണ്, അതായത് 5.5, 6, 7 ഒക്കെയാണ് ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് 10 lakhsന് 5.5, 6 ഒക്കെയാണ് ഇൻട്രസ്റ്റ് വരുന്നത് 1 മന്തിന്. അപ്പോൾ അതൊക്കെ ബാങ്കിനെക്കാളും ഏറ്റവും അത്യാവശ്യം ഒരു എമൗണ്ട് 1 മന്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഞാൻ പറയുമ്പോൾ അതൊന്നും എടുത്ത് വരണ്ട. നമ്മളെ കയ്യിൽ എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ പാരൻസിൻ്റെ കയ്യിലോ നമ്മളെ കയ്യിൽ ഗോൾഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് വരിക എന്നുള്ള രീതിയിൽ മാത്രമേ ഞാനാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഷോമണി കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. പിന്നെ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ, പിന്നെ നമ്മളെ നോർമൽ നിങ്ങൾക്ക് അറിയാമല്ലോ മെഡിക്കലിൻ്റെ കാര്യങ്ങൾ. മെഡിക്കലാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി കൊച്ചിയിൽ അമൃതയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രം കിംസിലും ആണ് നമുക്കിപ്പോൾ അവൈലബിലിറ്റി ഉള്ളത്. കൊച്ചി അമൃതയാണെങ്കിലും നമുക്ക് കോൾ ചെയ്ത് ബുക്ക് ചെയ്യാം അപ്പോയിൻമെൻറ്റ് ഡേറ്റ്. അതുപോലെ തന്നെ കിംസ് ആണെങ്കിലും നമുക്ക് ഓൺലൈനിൽ നമുക്ക് അപ്പോയിൻമെൻറ്റും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അവർ വെബ്സൈറ്റിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് പ്രോസസ്സ് കഴിയുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, എത്രയും പെട്ടെന്ന് നമുക്ക് പ്രോസസ്സും ഞങ്ങളെല്ലാം പെട്ടെന്ന് യൂണിവേഴ്സിറ്റി നമുക്ക് അപ്രൂവ് ഞങ്ങളെല്ലാം ചെയ്ത് തരുന്നുണ്ട്. ബട്ട് ഫോൾസ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കരുതെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബട്ട് എന്നാലും നമ്മൾ എല്ലാം കറക്റ്റായിട്ട് നല്ല രീതിയിൽ, അതായത് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സ്റ്റുഡൻസും നമുക്ക് ഫോൾസ് ഡോക്യുമെൻറ്റ്സ് തരാണ്ട് എല്ലാം സത്യസന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് തരാൻ ഉദ്ദേശിക്കുക. പിന്നെ നമ്മൾ ചോദിക്കൂടോ, നമുക്ക് ഡോക്യുമെൻറ്റ്സ് കണ്ടാൽ അറിയാലോ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ നമുക്ക് കണ്ടാൽ അറിയാലോ. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നമ്മുടെ ടീമാണെങ്കിലും ചോദിക്കും ഫോൾസ് ആണോ എന്നൊക്കെ ചോദിക്കും. കാരണം നമുക്ക് മാർക്കും കണ്ടാൽ അറിയാം നമുക്ക് ഏതാണ് ഫോൾസ് ഏതാണ് ട്രൂ എന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നമ്മളൊന്ന് പോരുന്ന സമയത്ത് നമ്മളെ ടീം എയർപോർട്ടിലാണെങ്കിലും അതുപോലെ ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ ചെക്കപ്പിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ടീം ഫുൾ ടൈം ഹോസ്പിറ്റൽസിലും അതുപോലെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ യാത്ര അയക്കുമ്പോഴൊക്കെ നമ്മൾ ടീം നമ്മൾ എയർപോർട്ടിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വല്ല സ്കോളർഷിപ്പോ അല്ലെങ്കിൽ നമ്മൾ ഓഫേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിക്കോസ് നമ്മൾ ഒരു ഫ്രീ ലാപ്ടോപ്പും അതുപോലെ ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില സ്റ്റുഡൻസിന് നമ്മൾ ഓഫർ കൊടുക്കാറുണ്ട്. അതായത് അവരുടെ മാർക്ക് അനുസരിച്ച് നമ്മൾ ഓഫർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടീം എയർപോർട്ടിൽ ഉണ്ടാവും. ഇപ്പോൾ കൊച്ചി ആണെങ്കിൽ കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഇപ്പോൾ UK അവർ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ UK വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും, മോസ്റ്റ്ലി ഞാൻ തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഇവിടെ UK ഇൻ്റലക്സിൻ്റെ ടീമാണ് ഞാൻ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്തിട്ട് അക്കോമഡേഷനിൽ കൊണ്ടേ ആക്കി അടുത്ത ദിവസം യൂണിവേഴ്സിറ്റിയിലെല്ലാം കൊണ്ടേ കാണിച്ച് യൂണിവേഴ്സിറ്റിയിൽ എൻറോൾമെൻറ്റ് കാര്യമെല്ലാം ചെയ്യിപ്പിക്കാറ്. അപ്പോൾ ഇത്രത്തോളമുള്ള സപ്പോർട്ടാണ് നമ്മൾ ഇൻ്റലക്സ്. അതായത് കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ട് പോകരുത്. ബിക്കോസ് ഞാൻ ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. കാരണം നാട്ടിൽ നിന്ന് ഏജൻസികൾ കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബന്ധവുമില്ല, നമ്മളിവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കേണ്ടി വരും, ഒന്നും അറിയില്ല എന്നുള്ളത്. അപ്പോൾ ഞാനൊരു സംഭവം ഈ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് കയറി വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ നെഗറ്റിവിറ്റി കൊടുക്കാണ്ട് ഫുൾ പോസിറ്റീവ്നെസ് മാത്രം കൊടുക്കണം എന്നാണ്. ഇപ്പോൾ ചില സ്റ്റുഡൻസ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളെ പേര് വെച്ച് നമ്മളടുത്ത് പറയും ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് കുറവാണ് കേട്ടോ, അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മതി എന്ന് പറയും. അപ്പോൾ മിക്ക സ്റ്റുഡൻസും അവിടെ നിങ്ങൾ കയറി വരുമ്പോൾ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ചെയ്യാം, പൈസ ഉണ്ടാക്കാം, കുറച്ചൊക്കെ ലോൺ അവരെയും കൊണ്ട് അടയ്ക്കാൻ പറ്റും. ഞാൻ ഫുള്ളും അടയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ ലോൺ അവർക്ക് അടയ്ക്കാം എന്ന രീതിയിലാണ് മിക്ക ആൾക്കാരും കയറി വരിക. അപ്പം അവരിങ്ങനെ ഈ ലൊക്കേഷൻസ് പറയുമ്പോൾ ഞങ്ങൾ പറയും ഈ ഒരു ലൊക്കേഷൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യില്ല.
ബിക്കോസ് അവിടെ പാർട്ട് ടൈമിന് അവൈലബിലിറ്റി കുറവാണ് എന്നൊക്കെ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ. എന്നിട്ടും അവർക്ക് ഇതന്നെ മതി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ ഒരു ഓപ്ഷനും ഇല്ല, നമ്മളത് പ്രോസസ്സുകളെല്ലാം ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ എയർപോർട്ട് പിക്കപ്പ് മുതൽ അക്കോമഡേഷനിൽ കൊണ്ടാക്കി യൂണിവേഴ്സിറ്റിയിൽ എൻറോൾമെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് 24 hours അവർ ഏത് രാത്രി വിളിക്കുകയാണെങ്കിലും നമ്മുടെ ടീം അവൈലബിൾ ആയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. അവർക്ക് എന്ത് സപ്പോർട്ട് 24 hours എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടീം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇൻ്റലക്ട് സ്റ്റഡി അബ്രോഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസും കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ. അപ്പോൾ സ്റ്റിൽ എനിവൺ ലുക്കിംഗ് ഫോർ UK സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ UK വന്ന് ബാച്ചിലേഴ്സ് +2 കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും ആരെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ, നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ഏജൻസികൾ നല്ല കുട്ടികളെ പറ്റിക്കുന്നുണ്ട്. അതായത് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് നമ്മൾ ഈ ആദ്യം ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് ഏജൻസിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ട് കുറേ പേരെ പറ്റിക്കുന്നുണ്ട്. സോ ഞാനത് ആരും കുറ്റം വെച്ച് പറയുകയല്ല, ബട്ട് അതാരും ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് അതൊരു ഫ്രോഡ് സിസ്റ്റമാണ്. നമ്മളൊരു പേയ്മെൻറ്റും നമ്മൾ വാങ്ങാറില്ല കേട്ടോ. ചില യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പേയ്മെൻറ്റ് അടച്ച ആപ്ലിക്കേഷൻ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അതിന് മാത്രം നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്തും പാരൻസിൻ്റെ അടുത്തും ആദ്യം പറയും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും ഫസ്റ്റ് എന്ന് പറയും. എന്നിട്ട് മാത്രം നമ്മൾ ആപ്ലിക്കേഷൻ ഇടാറുള്ളൂ. ബട്ട് ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയിലും ആപ്ലിക്കേഷനും പ്രോസസ്സിങ് എല്ലാം ടോട്ടലി ഫ്രീ ആണ്. പിന്നെ ഫീസ് അടയ്ക്കേണ്ടത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരും. അതല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റി അവർക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് പോർട്ടൽ ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഫ്ലൈവെയർ സിസ്റ്റമാണ് അവർ ചൂസ് ചെയ്യുന്നത്. ഓവറോൾ 80% ഓഫ് UK യൂണിവേഴ്സിറ്റീസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഫ്ലൈവെയർ സിസ്റ്റമാണ് കേട്ടോ. പിന്നെ ഈ ഫ്ലൈവെയർ കൂടെ തന്നെ നമുക്ക് HDFC ബാങ്ക് ഹോൾഡേഴ്സ്, ICICI, പിന്നെ കാനറ ബാങ്ക്, SBI ബാങ്ക് ഇതിനൊക്കെ ആക്സസിബിൾ ആണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തേർഡ് പാർട്ടി വഴി, അതായത് തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്ന പുറത്തുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ തോമസ് കുക്ക്, യൂണിമണി ഇവരൊക്കെ വഴി നമുക്ക് പേയ്മെൻറ്റ് ഈ ഒരു ഫ്ലൈവെയർ ത്രൂ അടയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി കണ്ട് അറിഞ്ഞ് ചെയ്യുക. അപ്പോൾ ഫ്രോഡ് സിസ്റ്റത്തിലൊന്നും പെടാതെ ഡയറക്റ്റ് UK വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കോഴ്സ് എടുത്ത് മുന്നേ വന്ന നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ, ഇപ്പോൾ നേഴ്സിംഗ് ആണെങ്കിൽ നേഴ്സിംഗ്, ബിസിനസ് മാനേജ്മെൻറ്റ്, MBA ആണെങ്കിൽ MBA ഇതെടുത്ത ആൾക്കാരുടെ മുന്നേ വന്ന സ്റ്റുഡൻസിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് അവരുടെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ട് ശേഷം നിങ്ങൾ കൺവിൻസ് ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് UK ചുമ്മാ പൈസ കൊടുത്ത് കയറി വരിക എന്നല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ഓക്കെയാണോ, ഇവിടെ വന്ന് ജസ്റ്റ് നിങ്ങൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം വരികയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ അതിനൊന്നും പറയില്ല. കാരണം മിക്ക ആൾക്കാരും ഇങ്ങനെ ഇപ്പോൾ എൻ്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളുണ്ട്. പുള്ളി അവിടെ നാട്ടിൽ അത്യാവശ്യം ബിസിനസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി MBA ചെയ്യാൻ വേണ്ടി ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ വന്നതാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ പുള്ളി PSW എടുക്കുന്നില്ല, പുള്ളി കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോവുക എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ബിക്കോസ് അങ്ങനെ കുറച്ച് പേരുണ്ട്, അതായത് ഇവിടുത്തെ സ്കിൽസ്, അതായത് ഇവിടെ നിന്ന് പഠിച്ച സ്കിൽസ് നാട്ടിൽ ചെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ പ്രശ്നമല്ല. അതല്ല പാർട്ട് ടൈം ചെയ്യാം, അത്യാവശ്യം പൈസ ഉണ്ടാക്കാം എന്നുള്ളവരൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് വെറുതെ നോക്കി നിന്ന് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് സമയവും ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കാരണം അതൊക്കെ അനുഭവിച്ച ഒരാളാണ് നിങ്ങളെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ഓക്കെയാണ്, അത്രത്തോളം റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ UK കയറി വരിക. അങ്ങനെയാണെങ്കിൽ UK ഈസ് എ ബെസ്റ്റ് ചോയ്സ് ഫോർ യു. നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ജീവിക്കാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഐഡിയാസും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇപ്പോൾ ലൈഫ് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. UK ഈസ് എ ബെസ്റ്റ് ചോയ്സ് ഫോർ ഗൈസ് സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വരികയാണെങ്കിൽ. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, അഡ്മിഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് അസ് ഗൈസ് ഇൻ്റലക്ട് സ്റ്റഡി അബ്രോഡ്. എൻ്റെ ഡയറക്റ്റ് ഫോൺ നമ്പർ, എൻ്റെ UK നമ്പറാണ് ഞാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓഫീസ് നമ്പർ ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഏത് സമയത്തിലും കോൺടാക്ട് ചെയ്യാൻ പ്രശ്നമല്ല. 24 hours നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഗൈസ്. അടുത്തൊരു ദിവസം എന്നാൽ എനിക്കറിയില്ല, ഞാൻ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഞാൻ ഷോർട്സായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഞാൻ ഇനി ഒരു ദിവസം, ഏത് ദിവസം എന്നറിയില്ല, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഗൈസ്. ഞാൻ ലാപ്ടോപ്പിൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബൈ, സീ യു ഗൈസ്.